ഭൂമിക്കടിയിലൂടെയുള്ള അതിവേഗ പാതയിലൂടെ നഗരം ചുറ്റുന്ന ദുബായ് ലൂപ്പ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 20 മിനിറ്റ് വേണ്ടിവരുന്ന യാത്ര 3 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന വിധത്തിലാകും ദുബായ് ലൂപ്പിന്റെ നിർമ്മാണം. നഗരത്തിലെ ആകാശ ടാക്സി സർവീസ് ഇക്കൊല്ലം തന്നെ ആരംഭിക്കുമെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. ദുബായിൽ തുടങ്ങിയ വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിലാണ് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന 2 പ്രധാന പ്രഖ്യാപനങ്ങൾ RTA ചെയർമാൻ മത്താർ അൽ തായർ നടത്തിയത്. രണ്ടും നഗരത്തിലെ പുതിയ പൊതുഗതാഗത സംവിധാനങ്ങൾ. ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കപാതയിലൂടെ പ്രത്യേകം ഡിസൈൻ ചെയ്ത കാറുകൾ അതിവേഗ സർവീസ് നടത്തുന്നതാകും ദുബായ് ലൂപ്പ് പദ്ധതി. ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ഇത്തരമൊരു യാത്രാ സംവിധാനം ലോകത്ത് ആദ്യമായി കാലിഫോർണിയയിലാണ് നടപ്പാക്കിയത്. 24 കിലോമീറ്റർ നീളത്തിലാണ് ദുബായ് നഗരത്തിൽ ലൂപ്പ് യാത്രാ സംവിധാനം നടപ്പാക്കുക. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് RTAയും ബോറിംഗ് കമ്പനിയും തമ്മിൽ കരാർ ഒപ്പുവച്ചു. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ നിന്നും ദുബായ് മോൾ വരെ 6.4 കിലോമീറ്ററിലാകും ആദ്യഘട്ട പദ്ധതി. 4 സ്റ്റേഷനുകൾ ഉണ്ടാകും. റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ 20 മിനിറ്റോളം വേണ്ടിവരുന്ന യാത്രയ്ക്ക് പുതിയ പദ്ധതി പൂർത്തിയാകുമ്പോൾ 3 മിനിറ്റ് മാത്രം മതിയാകും. 24 കിലോമീറ്റർ പദ്ധതി പൂർത്തിയാകുമ്പോൾ 23 സ്റ്റേഷനുകൾ ഉണ്ടാകും. നഗരത്തിൽ ആകാശ ടാക്സി സർവീസിനുള്ള നടപടികൾ 80% പൂർത്തിയായെന്ന് ഉച്ചകോടിയിൽ RTA ചെയർമാൻ വ്യക്തമാക്കി. RTAയുമായി ചേർന്ന് ജോബി ഏവിയേഷൻസ് ആണ് ദുബായിൽ ഫ്ലൈയിംഗ് ടാക്സി സർവീസ് ആരംഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.